എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ യാതൊരു കാശലുമില്ലാതെ പച്ചക്കറി വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. വിത്തുകൾ പാകി മുളപ്പിക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല ഗുണനിലവാരമുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുക. ഇതുപോലത്തെ കവറിൻ്റെ പുറത്ത് എക്സ്പയറി ഡേറ്റ് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞു പോകാത്തത് നോക്കി വേണം വിത്തുകൾ തിരഞ്ഞെടുക്കാൻ. അതുപോലെ ഓരോ പ്രദേശത്തെയും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഇനം തിരഞ്ഞെടുക്കുക. വിത്ത് പാകാനായിട്ട് നമുക്ക് പച്ചവെള്ളത്തിൽ കുതിർത്തിട്ടും നടാവുന്നതാണ്. എന്നാൽ കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം അല്ലെങ്കിൽ നോർമൽ തേങ്ങാവെള്ളം ഇവയിലേതെങ്കിലും ഒന്നിൽ മുക്കി വെച്ചിട്ട് നട്ടുകൊടുക്കുകയാണെങ്കിൽ ആ വിത്തിന് നല്ല പ്രതിരോധശക്തി കിട്ടുകയും പെട്ടെന്ന് മുളച്ച് വരാനും സഹായിക്കും. പുറത്തുനിന്ന് സ്യൂഡോമോണസ് ഒന്നും വാങ്ങിച്ച് വിത്ത് കുതിർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളമോ തേങ്ങാവെള്ളമോ ഏതെങ്കിലും ഒരു ഐറ്റം ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളവും തേങ്ങാവെള്ളവും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ സൗകര്യപ്രദം അത് എടുത്താൽ മതി. ഞാനിവിടെ മുളക്, തക്കാളി, വഴുതന, വെണ്ട, സാലഡ് കുക്കുംബർ ഇത്രയും ഐറ്റം വിത്തുകളാണ് കുതിർക്കാനിടുന്നത്. അതിനായിട്ട് 5 ബൗൾ എടുത്തിട്ടുണ്ട്. 3 പാത്രത്തിൽ കഞ്ഞിവെള്ളവും 2 പാത്രത്തിൽ തേങ്ങാവെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് കട്ടിയുള്ള കഞ്ഞിവെള്ളമാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നേർപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വിത്തുകൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ വെണ്ട വിത്ത് 6 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര തൈകൾ വേണം അതനുസരിച്ച് വിത്തുകൾ എടുക്കാം. അടുത്തത് സാലഡ് കുക്കുംബർ ആണ്. അതും 6 വിത്താണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വിത്തുകൾ ആരോഗ്യം കുറഞ്ഞവയാണ്. അത് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അത് മുളച്ച് വരാനും താമസം വരും. ഞാനിവിടെ ഈ പൊന്തിക്കിടക്കുന്ന വിത്തുകൾ മണ്ണിൽ പാകുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. അടുത്തത് തക്കാളിയുടെ വിത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വഴുതനയുടെ വിത്താണ്. നോർമൽ നീണ്ട പച്ച നിറത്തിലുള്ള വഴുതനയുടെ വിത്താണ്. ഇത് കുറച്ച് മുളകരിയാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള മുളകിൽ നിന്നുള്ള അരിയാണ്. ഇതിൽ കാന്താരി മുളക്, ഉണ്ടമുളക്, നോർമൽ പച്ചമുളക് ഇവ 3ൻ്റെയും കൂടിയുള്ള അരിയാണിത്. ഇനി നമുക്ക് ഈ വിത്തുകൾ ഒരു 2 തൊട്ട് 4 മണിക്കൂർ ഇതിൽ കുതിർത്തിട്ട് പാകി കിളിപ്പിക്കാം. കട്ടിയുള്ള പുറന്തോടുള്ള വലിയ വിത്തുകൾ ഒരു 6 മണിക്കൂറോ അല്ലെങ്കിൽ ഓവർനൈറ്റിലോ കുതിർത്തിട്ട് നടാവുന്നതാണ്. അതായത് പാവൽ, പടവലം, മത്തൻ തുടങ്ങിയ വിത്തുകൾ. ഇനി വിത്ത് പാകി തൈകളാക്കാനായിട്ട് പുറത്തുനിന്ന് പ്ലാസ്റ്റിക്കിൻ്റെ പോട്രേ ഒക്കെ മേടിക്കാൻ കിട്ടും. പക്ഷേ അതൊക്കെ 1-2 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നശിച്ചു പോകാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വലിച്ചെറിഞ്ഞും കത്തിച്ചും ഒക്കെ കളയുന്ന ഐറ്റംസ് മതി നമുക്ക് വിത്തുകൾ പാകി തൈകളാക്കി എടുക്കാനായിട്ട്. ഞാനിവിടെ വിത്തുകൾ പാകാനായിട്ട് എടുത്തിരിക്കുന്ന ഐറ്റംസ് ഇതൊക്കെയാണ്. ഇത് ഐസ്ക്രീമും പോപ്കോണും ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പാത്രമാണ്. ഇതിന് അടിയിൽ കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കണം. ഒരു ആണി ചൂടാക്കിയിട്ട് ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും ഹോൾ ഇടേണ്ട ആവശ്യമില്ല. ഒരു 3-4 ഹോൾ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ നനച്ചു കൊടുക്കുന്ന വെള്ളം കെട്ടിക്കിടക്കാതെ വാർന്നു പോകാനായിട്ട് മാത്രം ഹോൾ ഇട്ടാൽ മതി. ഞാനിവിടെ മറ്റൊരാവശ്യത്തിന് വേണ്ടി എടുത്തിരുന്ന പാത്രമായതുകൊണ്ടാണ് ഇത്രയും ഹോൾ ഇട്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഇതുപോലെ തന്നെ പേപ്പർ ഗ്ലാസും എടുക്കാം. അതുമല്ലെങ്കിൽ മുട്ടയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ ട്രേകൾ എടുക്കാം. ഇത് ഓൺലൈൻ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡ് ഇനത്തിൽപ്പെട്ട ട്രേകളാണ്. അടുത്തത് വാഴയിലയിലാണ് പോട്രേ തയ്യാറാക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ഒരു പോട്രേ ആക്കിയെടുക്കാം. ഇതുപോലെ ചെറിയ പീസാക്കി എടുക്കാം. നമുക്ക് എന്തുമാത്രം ആവശ്യമുണ്ടോ അതനുസരിച്ച് കീറിയെടുത്താൽ മതി. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ വിത്ത് പാകി തൈകളായി കഴിയുമ്പോൾ ഇതേപടി എടുത്ത് മണ്ണിലേക്ക് വെക്കാൻ എളുപ്പമാണ്. ചുവടൊട്ടും ഇളകില്ല, അടിവശം ഓപ്പൺ ആയതുകൊണ്ട്. അതായത് സാധാരണ പോട്രയിൽ വെച്ചാൽ ആ തൈകൾ പൊക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ വേരൊക്കെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതാവുമ്പോൾ ആ ഒരു പ്രശ്നം വരില്ല. അതേപടി എടുത്ത് നമ്മൾ എവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നട്ടു കൊടുക്കാം. വേരൊന്നും പൊട്ടാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വളർന്നു വരും. ഞാൻ ഇതുപോലെ കുക്കുംബർ തൈകൾ മാറ്റി നട്ടിട്ട് എനിക്കൊരു 20 ദിവസം കൊണ്ട് തന്നെ ഫസ്റ്റ് വിളവെടുപ്പ് നടത്താൻ പറ്റി. സാധാരണ സാലഡ് കുക്കുംബറിന് 40 തൊട്ട് 45 ദിവസം വരെ വേണ്ടി വരുന്നതാണ്. അതിനുശേഷം വാഴയില ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. ഇനി ഇത് തുറന്നു പോകാതെ ഇരിക്കാൻ ഞാനിവിടെ സ്റ്റാപ്ലെയർ ഉപയോഗിച്ചാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റാപ്ലെയറിന് പകരം ഈർക്കിലിയോ മുട്ടുസൂചിയോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി കൊടുത്താൽ മതി.
ഇതുപോലെ വാഴയില കുമ്പിൾ ഷേപ്പിലാക്കിയിട്ട് വിത്തുകൾ പാകാം. വാഴയിലയ്ക്ക് പകരം പ്ലാവില വെച്ചും ഇതേപോലെ കുമ്പിൾ കുത്തിയിട്ട് അതിൽ മണ്ണിട്ട് നിറച്ച് വിത്തുകൾ പാകാവുന്നതാണ്. ഇത് കൂടാതെ ഇതുപോലെ ചിരട്ടയിലും മണ്ണിട്ട് നിറച്ച് വിത്തുകൾ പാകി തൈകളാക്കാവുന്നതാണ്. കണ്ണുള്ള ചിരട്ടകൾ എടുത്തിട്ട് ഒരു കണ്ണ് മാത്രം തുളച്ച് ഹോളിട്ട് കൊടുക്കണം, വെള്ളം വാർന്നു പോകാനായിട്ട് മാത്രം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച പോട്രേകളിൽ ഒക്കെ നിറയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്ന പോട്ടി മിക്സ്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് വീട്ടിൽ തയ്യാറാക്കിയ കമ്പോസ്റ്റ് മാത്രമാണ്. അതായത് ഈ ഒരു കമ്പോസ്റ്റിൽ നന്നായിട്ട് കരിയിലയും പച്ചിലകളും കിച്ചൺ വേസ്റ്റും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു കിടിലൻ കമ്പോസ്റ്റാണ്. ഈ ഒരു കമ്പോസ്റ്റ് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം നല്ല ലൂസായിട്ടാണ് കിടക്കുന്നത്. സാധാരണ വിത്തുകൾ പാകുമ്പോൾ ചകിരിച്ചോറും കൂടി പോട്ടി മിക്സ് ചേർത്താണ് നടുന്നത്. അതിൻ്റെ കാരണം പോട്ടി മിക്സ് തറഞ്ഞ് കട്ടിയായി പോകാതിരിക്കാനാണ് ചേർക്കുന്നത്. പിന്നെ ഈർപ്പം നിലനിർത്താനും ചകിരിച്ചോറ് നല്ലതാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച പോട്രയിലേക്ക് നമ്മുടെ കൈവശമുള്ള പോട്ടി മിക്സ് ഏതാണോ ഉള്ളത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. വിത്തുകൾ പാകി മുളപ്പിക്കാൻ കമ്പോസ്റ്റ് തന്നെ വേണമെന്ന ഒരു നിർബന്ധവുമില്ല. ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്ത് എടുക്കാം. ഇതൊന്നുമില്ലെങ്കിൽ സാധാരണ മണ്ണിലും നമുക്ക് വിത്തുകൾ മുളപ്പിച്ചെടുക്കാം. പക്ഷേ എല്ലാ വിത്തുകളും മുളച്ച് വരണമെന്നില്ല. അതായത് നമ്മുടെ പറമ്പിൽ കൃഷിയൊക്കെ ചെയ്ത് ലൂസായിട്ട് കിടക്കുന്ന മണ്ണാണെങ്കിൽ വിത്ത് പാകാനായിട്ട് എടുക്കാം. എന്നാൽ അധികം കൃഷിയൊന്നും ചെയ്യാതെ കിടക്കുന്ന മണ്ണ് എടുത്ത് വിത്തുകൾ പാകിയാൽ വെള്ളം നനച്ച് കൊടുത്ത് കഴിയുമ്പോൾ ആ മണ്ണ് തറഞ്ഞ് കട്ടിയായി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മണ്ണിനെ കട്ടി വരുമ്പോൾ വിത്തുകൾ മുളച്ച് മുകളിലോട്ട് പൊന്തി വരാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വിത്തുകൾ അവിടെ കിടന്ന് ചീഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ വിത്തുകൾ പാകുമ്പോൾ മണ്ണിന് നല്ല ഇളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചകിരിച്ചോറോ കമ്പോസ്റ്റോ ഒക്കെ ചേർക്കണമെന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ എല്ലാ ട്രേയിലും കമ്പോസ്റ്റ് നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2-3 മണിക്കൂർ മുമ്പ് കുതിർക്കാനിട്ട വിത്തുകളെല്ലാം എല്ലാ ട്രേകളിലുമായിട്ട് ഇട്ട് കൊടുക്കാം. പച്ചക്കറി വിത്തുകൾ വെള്ളത്തിൽ കുതിർക്കുന്നത് വിത്തുകൾക്ക് പെട്ടെന്ന് മുള വരാനായിട്ട് സഹായിക്കും. എങ്കിലും ഓരോ വിത്തിനും വ്യത്യസ്ത സമയമായിരിക്കും മുളച്ചു വരാനായിട്ട്. വെണ്ട, വെള്ളരി ഇതൊക്കെ 2-3 ദിവസം കൊണ്ട് മുളച്ചിരിക്കും. ഒരാഴ്ചയാകുമ്പോൾ തന്നെ നമുക്ക് പറിച്ച് മാറ്റി നടാം. എന്നാൽ പച്ചമുളക്, വഴുതന, തക്കാളി തുടങ്ങിയവയൊക്കെ ഒരാഴ്ച കൊണ്ടേ മുളച്ചു വരികയുള്ളൂ. ഒരു 3 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് പറിച്ച് മാറ്റി നടാം. ഇങ്ങനത്തെ പേപ്പർ ട്രേകളിൽ വിത്തുകൾ പാകിയാലുള്ള ഗുണമെന്ന് വെച്ചാൽ എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടിപ്പോയാലും ഈ പേപ്പർ വലിച്ചെടുത്തോളും. വെള്ളം കൂടിപ്പോയി ചെടി ചീഞ്ഞു പോകാതെ ഇരിക്കും. കാരണം മുട്ട ട്രേ ആണെങ്കിലും ഇതുപോലത്തെ കാർഡ്ബോർഡ് ട്രേ ആണെങ്കിലും അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് വെള്ളം നന്നായിട്ട് വലിച്ചെടുത്തോളും. അതുപോലെ നമുക്കിത് പറിച്ച് നടാനും എളുപ്പമാണ്. സീഡ് ട്രേയിൽ നിന്ന് പൊക്കിയെടുക്കുമ്പോൾ വേരൊക്കെ പൊട്ടാൻ സാധ്യത കൂടുതലാണ്. ഇതാകുമ്പോൾ ഓരോ ട്രേയിലും ഉള്ളത് ഒരു കത്രികയോ കത്തിയോ വെച്ച് മുറിച്ചിട്ട് നേരിട്ട് മണ്ണിലേക്ക് പേപ്പറോടെ തൈകൾ വെച്ച് കൊടുക്കാം. പതുക്കെ ഈ മണ്ണുമായിട്ട് അലിഞ്ഞ് പേപ്പർ ചേർന്നോളും. മറ്റ് ദോഷങ്ങളൊന്നുമില്ല. നമ്മൾ കമ്പോസ്റ്റ് തയ്യാറാക്കുമ്പോഴൊക്കെ ഈ കാർഡ്ബോർഡ് പീസുകളൊക്കെ ചേർക്കുന്നതാണ് കമ്പോസ്റ്റിൽ കൂടുതലായിട്ട് വരുന്ന വെള്ളത്തെ വലിച്ചെടുക്കാനായിട്ടൊക്കെ. വിത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ അല്പം വീതം പോട്ടി മിക്സ് ഇട്ട് കൊടുക്കണം. ഒരുപാട് ഇട്ട് കൊടുത്താൽ മുളച്ച് പൊന്തി വരാൻ താമസം വരും. ചിലപ്പോൾ അവിടെ കിടന്ന് ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. വിത്ത് വിത്തോളമേ താഴാവൂ എന്നാണ് പറയുന്നത്. അതായത് വിത്തിട്ടതിന് ശേഷം ആ വിത്തിൻ്റെ മാത്രം കനത്തിൽ മണ്ണ് മുകളിലിട്ടാൽ മതി. മാക്സിമം 1 സെൻറ്റിമീറ്റർ കൂടുതൽ വിത്തുകൾ താഴ്ന്നു പോകരുത്. നല്ല വേനൽക്കാലത്താണ് വിത്ത് പാകുന്നതെങ്കിൽ രാവിലെയും വൈകിട്ടും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. മഴയുള്ള സമയമാണെങ്കിൽ ദിവസത്തിൽ 1 പ്രാവശ്യം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഡെയിലി വെള്ളം സ്പ്രേ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ മൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം ഇത് നന്നായിട്ട് അടച്ചു വെക്കുമ്പോൾ ഇതിൽ ഹ്യൂമിഡിറ്റി നിറയുകയും വളരെ പെട്ടെന്ന് തന്നെ മുളച്ചു വരികയും ചെയ്യും. ഇങ്ങനെ ചെയ്താൽ ഡെയിലി വെള്ളം സ്പ്രേ ചെയ്യേണ്ട ആവശ്യം വരില്ല. എപ്പോഴും ഇതിലൊരു നനവുണ്ടായിരിക്കും. മണ്ണ് ഡ്രൈ ആവില്ല. പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ ചില പ്രദേശങ്ങളിലെ എലികൾ വിത്തുകൾ എടുത്തുകൊണ്ട് പോകുന്ന പതിവുണ്ട്. അങ്ങനെയുള്ള പ്രദേശങ്ങളിലും ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതിൽ മുള വന്നതിന് ശേഷം പിന്നീട് മൂടി വെക്കേണ്ട ആവശ്യമില്ല. മുള വന്നതിന് ശേഷം ഒരു നേരിയ തോതിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഡയറക്റ്റ് വെയിലല്ല, ഒരല്പം ഷേഡോട് കൂടിയ വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെക്കാം.
ഇപ്പോൾ ഈ കാണുന്നത് 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വിത്തുകളെല്ലാം മുളച്ച് തൈകളായി മാറിയിട്ടുണ്ട്. ഇതിൽ വെണ്ടയും സാലഡ് കുക്കുംബറും മാറ്റി നടാൻ സമയമായിട്ടുണ്ട്. ബാക്കിയൊക്കെ ഒരു 20 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് പറിച്ച് മാറ്റി നടാറാവും. ഇതിനിടയിൽ വെണ്ടയും കുക്കുംബറിൻ്റെയും തൈകൾ ഞാൻ മാറ്റി നട്ടു. ബാക്കി കുതിർത്ത സമയത്ത് വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന ചില വിത്തുകൾ മുളച്ച് വരാതിരുന്നതൊക്കെ വീണ്ടും ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതും മുളച്ച് വന്നിട്ടുണ്ട്. ഫാസ്റ്റായിട്ട് മുളച്ച് വരുന്ന തൈകളായിരിക്കും കൂടുതൽ കരുത്തുള്ളത്. ഒട്ടുമിക്ക പച്ചക്കറി ഇനങ്ങളും നമ്മൾ തൈകളാക്കിയതിന് ശേഷം മാറ്റി നടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നല്ല ആരോഗ്യമുള്ള തൈകൾ നോക്കി നമുക്ക് നട്ടുകൊടുക്കാൻ പറ്റും. നല്ല കരുത്തുള്ള തൈകളാണ് നട്ടുകൊടുക്കുന്നതെങ്കിൽ ആ ചെടികൾക്ക് കീടങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ ചേർത്ത് നിൽക്കാൻ സാധിക്കും. കൂടാതെ നല്ല വിളവ് കിട്ടാനും അതാണ് നല്ലത്. ഇങ്ങനെ നടുമ്പോൾ മുരടിച്ച് നിൽക്കുന്ന തൈകളുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ഒഴിവാക്കാനും പറ്റും. അടുത്തൊരു മെത്തേഡ് കൂടി കാണിക്കാം. ഇത് കുറച്ച് തക്കാളിയുടെയും വഴുതനയുടെയും വിത്ത് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ വൃത്തിയുള്ള കോട്ടൺ തുണിയായാലും മതി. ആദ്യം ഈ ടിഷ്യൂ അല്ലെങ്കിൽ തുണിയിൽ നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കുതിർത്ത വിത്തുകൾ ഇട്ട് കൊടുക്കാം. ഇത് വീണ്ടും ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. അതിനുശേഷം ഇതുപോലത്തെ സിപ്ലോ കവർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമ്മുടെ വീടിനുള്ളിൽ വെച്ചാൽ മതി. ഒരു 3 ദിവസത്തിനുള്ളിൽ തക്കാളി വിത്ത് മുളച്ചു വരും. 5-ാം ദിവസം വഴുതനയുടെ വിത്തും മുളച്ചു വരും. ഇങ്ങനത്തെ സിപ്ലോ കവർ ഇല്ലെങ്കിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇങ്ങനെ ടിഷ്യൂ അല്ലെങ്കിൽ തുണി വെച്ചിട്ട് അടച്ചു വെച്ച് മൂടിയാലും മതി. ഇങ്ങനെയും നമുക്ക് വിത്തുകൾ മുളപ്പിച്ച് നേരിട്ട് മണ്ണിലേക്ക് നട്ടുകൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം.